കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, ഭീകരത. എന്താണ് പരിഹാരമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് എന്താണ് ഉത്തരം നൽകാനാവുക? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത്. കുറ്റകൃത്യങ്ങൾ, കലാപങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, ഇതിനേക്കെല്ലാം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മാനസിക വശങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും അനുയോജ്യമായ ജീവിത തത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. അത് അപകടത്തിൽ നിന്നും, തെറ്റിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അതിജീവിച്ച് നിവർന്ന് നന്മയോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന വസ്തുതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഏത് തരത്തിലാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. അത് ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമവ്യവസ്ഥയാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിനുള്ളിൽ ഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. അതിൽ ആണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. 1 യോഹന്നാൻ 3:4 പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുവാൻ ദൈവം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടുന്നത്? ദൈവത്തിൻ്റെ നിയമം എങ്ങനെ അനുസരിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പാപമില്ലാത്തവരായിരിക്കണം. ന്യായവിധിയും നിയമവും സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14:6 പറയുന്നത്, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സകല ഭൂചരാചരങ്ങളെയും ആകാശത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പിൻ. ഭൂമിയിലെ സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ന്യായവിധിയും നിയമവും സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ന്യായവിധിയും ദൈവത്തിൻ്റെ നിയമവും നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പാപങ്ങൾക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ക്രിസ്തു തെറ്റെന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ക്രിസ്തു തെറ്റ് ചെയ്തിട്ടില്ല, ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. അവൻ പാപിയല്ലാതിരിക്കെ തന്നെത്താൻ പാപിയാക്കി മാറ്റി. മനുഷ്യൻ്റെ തെറ്റുകൾക്ക് പരിഹാരം കാണാൻ മനുഷ്യൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി അവൻ പാപിയാക്കി എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് പാപമില്ലായ്മ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നിത്യമരണമാണ്. എന്നാൽ പാപമില്ലായ്മ എന്ന് പറയുന്നത് നിത്യജീവനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ മരണത്തിൻ്റെ ഓപ്പോസിറ്റ്, എതിര് ജീവനാണ്, നിത്യജീവനാണ്. അപ്പോൾ പാപം മരണം കൊണ്ടുവരുന്നെങ്കിൽ യേശു നിത്യജീവൻ കൊണ്ടുവരുന്നു. അപ്പോൾ യേശു പാപമില്ലാത്ത ആളാണ്. അതുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവമാണ് പാപമില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:4 പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മമാണ്. ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അധർമ്മം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ.
നിയമലംഘനമാണ് പാപം. ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നതാണ് പാപം. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ലാതാകുന്നതാണ് പാപം. ഒരു മനുഷ്യൻ പറയാണ്, ഭാര്യയുമായിട്ടുള്ള ജീവിതം സംതൃപ്തമല്ല, ആഴ്ചയിൽ ഒരു ദിവസം വീക്കെൻഡിൽ സെക്രട്ടറിയുടെ കൂടെ താമസിക്കുന്നത് സന്തോഷമാണ്. ഞങ്ങൾ പ്രായപൂർത്തിയായ 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികൾ ഒന്നിച്ച് താമസിക്കുന്നത് തെറ്റല്ല. അവർ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന ലൈംഗിക ബന്ധം തെറ്റല്ല എന്നൊരാൾ പറയുകയാണ്. തെറ്റാണോ? ശരിക്കും തെറ്റല്ല, അല്ലേ? ലോകത്തിൻ്റെയും നിയമത്തിൻ്റെയും കണ്ണിൽ, മനസ്സാക്ഷിയുടെയും കണ്ണിൽ അത് തെറ്റല്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നീ വ്യഭിചാരം ചെയ്യരുത്. ദൈവകൽപ്പനയിൽ ദൈവം പറയുന്നു, നിനക്ക് ഭർത്താവിനോട് അല്ലാതെ വേറൊരാളോട് ബന്ധമുണ്ടാകരുത്. നീ വിവാഹം കഴിച്ച നിൻ്റെ ഭാര്യയോടല്ലാതെ വേറൊരാളോട് നിനക്ക് ബന്ധമുണ്ടാകരുത്. വിവാഹത്തിനപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അത്തരം ബന്ധങ്ങൾ വ്യഭിചാരത്തിൻ്റെ ഭാഗമായി വരും. അതായത് ദൈവം പറഞ്ഞ കാര്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് അനുസരണ. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം, അതുണ്ടാക്കുന്ന എല്ലാ പ്രത്യാഘാതങ്ങളുടെയും ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അതാണ് കൽപ്പനാ ലംഘനം കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന കാര്യം. അതായത് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട്, കൽപ്പന ലംഘിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ആ റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ പൊട്ടിപ്പിളർത്തുക, ആദ്യത്തെ ബന്ധത്തിലെ തകർച്ച, അവിടെ ഉണ്ടാകുന്ന വഴക്ക്, ആ കുഞ്ഞുങ്ങളുടെ ഭാവി, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാനാണ് ദൈവത്തിൻ്റെ നിയമം ഉണ്ടാക്കിയത്. അത് നമ്മളെ സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, ടെൻഷനില്ലാതെ, സ്ട്രെസ്സില്ലാതെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ സന്തോഷങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല. പല ആളുകളും പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാൽ അത് നമ്മുടെ സന്തോഷത്തെ പരിമിതപ്പെടുത്തും, ലിമിറ്റഡ് ആക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴിയാണ്, യഥാർത്ഥമായ സന്തോഷത്തിലേക്കുള്ള വഴിയാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. അപ്പോൾ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. അതായത് നമ്മുടെ തെറ്റായ ജീവിത ശൈലികളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നമ്മൾ കുഴപ്പങ്ങളില്ലാത്തവരായി നിർത്തും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 10 കൽപ്പനകൾ സ്നേഹമാണെന്നാണ്. ദൈവത്തിൻ്റെ നിയമം സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുമ്പോൾ ദൈവ സ്വഭാവമാകുന്ന സ്നേഹത്തെ നമ്മൾ നിവർത്തിക്കുകയാണ്. സ്നേഹത്തെ നിവർത്തിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ കുടുംബത്തേക്കോടുള്ള നമ്മുടെ സ്നേഹബന്ധമാണ് നിവർത്തിക്കുന്നത്. നമ്മൾ വാഗ്ദത്തം ചെയ്ത്
കൂട്ടിക്കൊണ്ടുവന്ന് സാക്ഷികളുടെ മുമ്പായ വിവാഹം കഴിച്ച പെൺകുട്ടിയോടും അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിറവേറ്റുന്നത്. ആ സ്നേഹവും ഉത്തരവാദിത്വവും നിറവേറ്റപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹം ആചരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:15 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. അപ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നത് സ്നേഹം ആചരിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ പ്രീതി കെട്ടാനല്ല നമ്മൾ അനുസരിക്കുന്നത്, ദൈവത്തോടുള്ള സ്നേഹം മുഖാന്തരമാണ്. നമ്മൾ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുന്നതല്ല, നമുക്ക് ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അവൻ ആദ്യം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്നേഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, സ്നേഹത്തിനോടുള്ള നമ്മുടെ മറുപടി കൂടിയാണ് അനുസരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചില ആളുകളെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചില സിനിമാ നടന്മാരോ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെയുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടും. അവർ പറയുന്നത് നമ്മൾ കേൾക്കും, അവരെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകും. അത് നിർബന്ധിച്ചത് കൊണ്ടല്ല, നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അവർ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ദൈവത്തെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു, അവൻ്റെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എഴുന്നുള്ള സ്നേഹം നമ്മൾ അനുസരണമായി കാണിക്കും. നമ്മൾ അനുസരിക്കുന്നത് രക്ഷ നമുക്ക് നേടാനല്ല, പകരം നമുക്ക് രക്ഷ കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരം നമുക്ക് രക്ഷ തന്നു എന്നുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ മറുപടിയാണ് ദൈവത്തിൻ്റെ ഈ സ്വഭാവം നമ്മളിലുണ്ടാകുക. യോഹന്നാൻ 2:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു, അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയും, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് അനുസരണം. ദൈവത്തെ അറിഞ്ഞവർ അവനെ അനുസരിക്കണം. ദൈവത്തെ ശരിയായി മനസ്സിലാക്കിയവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിവർത്തി ജീവിതത്തിലുണ്ടാകണം. അതാണ് അങ്ങനെയുള്ള ഒരു സ്വഭാവം, അങ്ങനെയുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു ജീവിത രീതി, അത് കാണുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അറിയാം എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് പറയുന്നത്, നമ്മൾ വീണ്ടും ജനിച്ചില്ല, നമ്മൾ വീണ്ടും ജനിച്ച വിശ്വാസികൾ ക്രിസ്തുവിൽ നിന്നാണ് അവനെ അറിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതാണ്. നമ്മൾ ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ, ശരിക്കും അവനെ അറിയുമ്പോൾ, നമ്മൾ ഭയം നീങ്ങി ദൈവത്തിനെ അനുസരിക്കാൻ മനസ്സുള്ളവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കൽപ്പനയും പരസ്പര വിരുദ്ധമായ ഒന്നല്ല. നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. രക്ഷ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും. കൃപയാലാണ് നമ്മൾ വിശ്വാസികളായി മാറുന്നത്. പഴയ നിയമകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ അവർ മുന്നോട്ട് നോക്കി കണ്ടു. ഈ കാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നു.
അതുകൊണ്ടാണ് റോമർ 3:20 പറയുന്നത്, ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. കൽപ്പനയിൽ നിന്ന് അകന്നു പോയാൽ പാപമില്ല. അവിടെ നിയമമില്ലയോ, എവിടെ നിയമമില്ലയോ അവിടെ പാപമുണ്ട്. കൽപ്പനയിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമ്മൾ പാപമുള്ളവരായി മാറും. എവിടെയാണോ നിയമമില്ലാത്തത് അവിടെ പാപം വരും. ന്യായപ്രമാണം പാപം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആകയാൽ എന്ത് പറയുന്നു? ന്യായപ്രമാണം പാപമല്ല, ഒരു നാളുമല്ല. എങ്കിലും ന്യായപ്രമാണത്തെ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ് പാപം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് കൽപ്പനയുടെ നിവൃത്തീകരണം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരുക. എഫേസ്യർ 2:8-9 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാൻ പ്രവൃത്തിയും കാരണമല്ല. ആരുടെ പ്രവൃത്തിയോ ആരുടെ നേട്ടമോ ആരുടെ കഴിവുകൊണ്ടോ അല്ല, ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അത് ദൈവശക്തിയാണ്. കൃപ ദൈവകൽപ്പനയിൽ നിന്ന് നമ്മളെ അകറ്റുന്നില്ല. കൃപ ദൈവ സ്വഭാവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? പല ആളുകൾ പറയുന്നു, വിശ്വാസമുള്ളതുകൊണ്ട് നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസമുള്ളതുകൊണ്ട് ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, ഒരു നാളുമല്ല. നമ്മൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ദൈവം അല്ലെങ്കിൽ ഞാൻ കൽപ്പനകൾക്കെതിരാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. വിശ്വാസത്താലും കൃപയാലും നമ്മൾ കൽപ്പന അനുസരിക്കുന്നവരാകണം. അനുസരിക്കുക എന്ന് വെച്ചാൽ നിർബന്ധപൂർവമുള്ള അനുസരണമല്ല. ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മൾ ഉറച്ച ബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവനെ പിന്തുടരുന്നതാണ്. മത്തായി 5:17 പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:17 പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, ഞാൻ നിവർത്തിപ്പാൻ അത്രേ വന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയെ നിറയ്ക്കാനാണ് വന്നത്. ഫുൾഫിൽ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് നിവർത്തിയാക്കി, കഴിഞ്ഞു, ഇനി വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ യേശു പറയുന്നത്, ഞാൻ അതിനെ നിറയുന്നത് വരെ നിറയ്ക്കും എന്നാണ്. ഫുൾഫിൽ, നിറയുന്നത് വരെ, ഫില്ലാകുന്നത് വരെ, ഫുള്ളാകുന്നത് വരെ ഫില്ലാക്കും എന്നാണ്. അതായത് ദൈവം പഴയ നിയമത്തിൽ കൽപ്പനയിൽ പറയുന്നത് കുല ചെയ്യരുതെന്നാണ്. കുല ചെയ്യരുതെന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പറയും കുലപാതകത്തെക്കുറിച്ചാണ്. എന്നാൽ യേശു പറയുന്നത്, നീ നിൻ്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുമ്പോൾ കുലപാതകം ചെയ്യുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ അർത്ഥത്തെ കൂടുതൽ വ്യാപ്തമാക്കി തന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പഴയ നിയമത്തിൽ പറയുന്നത്, 10 കൽപ്പനയിൽ പറയുന്നത്, യേശു ക്രിസ്തു അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു, നീ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നു. ആ വാക്കിൻ്റെ അർത്ഥത്തെ വിപുലമാക്കി നിറച്ചു തന്നു എന്നാണ്. അല്ലാതെ അത് എന്നേക്കുമായി മാറ്റി എന്നുള്ള അർത്ഥത്തിലല്ല ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മെ തന്നെ അവൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ അവൻ പറയും, നീ കഴിഞ്ഞ നാളുകൾ ചെയ്തതെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. ഇനി നീ ചെയ്തു പോയ തെറ്റിനെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതിനെ ഒരിക്കലും ഓർക്കത്തില്ല. പലപ്പോഴും നമ്മളൊക്കെ തെറ്റ് ചെയ്ത് മാപ്പ് ചോദിച്ചാൽ ഒക്കെ ഞാൻ പൊറുത്തിരിക്കുന്നു, പക്ഷെ മറക്കത്തില്ല. എന്ന് വെച്ചാൽ ഓർമ്മ വരുമ്പോഴൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പറഞ്ഞത്, ഞാൻ നിൻ്റെ പാപങ്ങൾ ഇനി ഓർക്കയില്ല. എൻ്റെ കുറ്റബോധത്തിൽ നമ്മൾ നീറി ഉഴലേണ്ട. കർത്താവ് നമ്മളോട് എന്നേക്കുമായി ക്ഷമിക്കുന്നു.
ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ നോക്കിയാൽ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൽപ്പന ഒരു കണ്ണാടിയാണ്. ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് ഇനിയും വളരാനുണ്ട്, യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഇനിയും വളരാനുണ്ട് എന്ന് കൽപ്പന നമ്മളോട് പറയും. യേശു പറഞ്ഞു, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നീ എൻ്റെ തലയോളം വളരണം, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കണ്ണാടി പോലെ അതേ പ്രതിബിംബമായി മാറണം എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ, കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക്, നമ്മൾ ആരാണ്, നമ്മൾ ആരെ പോലെയാണ്, നമ്മളുടെ സ്വഭാവം എന്താണ്, നമുക്ക് പാപസ്വഭാവമാണോ ഉള്ളത് അതോ ദൈവിക സ്വഭാവമാണോ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ പൂർണ്ണതയുള്ളതാണ്, അത് തികവുള്ളതാണ്. അത് നമ്മളെ ദൈവത്തോട് പൂർണ്ണമായി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ഒരാൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? യേശു പറഞ്ഞു, നീ കൽപ്പന അനുസരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളിതൊക്കെ ചെറിയ കാലം മുതലേ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, നീ നിൻ്റെ ഉള്ളതെല്ലാം വിറ്റ് എളിയവർക്ക് കൊടുത്തിട്ട് നീ വരാൻ പറഞ്ഞു. പിന്നെ ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് കേട്ടത്. എന്ന് വെച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും ആരാധിക്കണമെന്നാണ്. മറ്റെല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ യേശുവിനെ സ്നേഹിക്കണം, ആരാധിക്കണം എന്നുള്ളതാണ്. 10 കൽപ്പനകളെ ദൈവം ചുരുക്കി പറയുന്നതാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കുമ്പോൾ കൽപ്പനകൾ അതിൽ നിവൃത്തിയാകുന്നു എന്ന് പറയാണ്. സകല ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരും ഈ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു. മുഴുവൻ കൽപ്പനകളുടെ അർത്ഥം സ്നേഹമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക. ഞാനല്ലാതെ അന്യദൈവങ്ങളുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, എൻ്റെ നാമം ദുരുപയോഗം ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കണമെന്നർത്ഥം. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത് എന്ന് പറയുമ്പോൾ മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. സ്നേഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. കുറ്റകൃത്യങ്ങൾക്കും കലാപങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ സ്നേഹമുണ്ടായാൽ മതി. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരൂ. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വെറുക്കുകയില്ല, നമ്മൾ സ്നേഹിക്കും. ഈ സ്നേഹമാണ്, ദൈവസ്നേഹമാണ്, ദൈവനിയമമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം. ആ പരിഹാരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ, നിൻ്റെ സ്നേഹത്തെ, നിൻ്റെ സ്നേഹനിയമത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ അങ്ങ് സഹായിക്കണമേ. അത് മുഖാന്തരം ലോകത്തിൽ ഇന്ന് കാണുന്ന ക്രൂരതകൾക്ക്, അക്രമങ്ങൾക്ക്, തിന്മയ്ക്ക്, ഭീകരപ്രവർത്തനങ്ങൾക്ക്, കലാപങ്ങൾ, ഇതൊന്നുമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ഒന്നായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമല്ലോ. അതിനായി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ആമേൻ.